LDFിൻ്റെ ജനകീയമായിട്ടുള്ള ഒരു മുഖമാണ് പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ്, ഞങ്ങളുടെയൊക്കെ തന്നെയും രവീന്ദ്രൻ മാഷ്. എന്തായാലും ഇത്തവണ അംഗം കുറിക്കാൻ മാഷ് മണലൂർ മണ്ഡലത്തിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് മാഷ് ഇപ്പോൾ വെങ്കിടങ്ങ് ഭാഗത്താണ്, സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ കയറി പ്രചരണം നടത്തുകയാണ്. നമുക്ക് മാഷിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. മാഷ് ഇപ്പോൾ ഒരു പ്രചരണത്തിൻ്റെ ഘട്ടത്തിലേക്കും ഒരു ചൂടിലേക്കും ആവശ്യത്തിലേക്കും കടന്നു, എന്താണ് പ്രതീക്ഷ? വളരെയധികം പ്രതീക്ഷ. ഇടതുപക്ഷ രാഷ്ട്രീയം ജനങ്ങളുടെ മനസ്സിൽ നല്ലതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് മണലൂർ. അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജനങ്ങളുമായിട്ടുള്ളൊരു ഒരു 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 സംഭാഷണത്തിൽ അത് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ് മണലൂർ. ചരിത്രപരമായി ആ അവസ്ഥയിലേക്ക് അത് വളർന്നു വന്നതാണ്. അത് രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഫലമായിട്ട് ഒരു ഇടതുപക്ഷ മനസ്സ് വളർന്നു വന്ന ഒരു മണ്ഡലമാണ്. അതൊരു വലിയൊരു മാറ്റമാണ്. ആ മാറ്റം വർഷങ്ങളായിട്ട് നിലനിന്ന് പോവുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് കൃത്യമായിട്ട് പ്രതിഫലിച്ചു. ഭൂരിപക്ഷം പഞ്ചായത്തുകളും അതുപോലെ ജില്ലാ പഞ്ചായത്തും ഒക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി. അപ്പം അങ്ങനെ ഇടതുപക്ഷത്തിന് വളരെ അനുകൂലമായൊരു മണ്ഡലമാണ് മണലൂർ എന്നുള്ളതാണ് ഈ കുറച്ച് ദിവസങ്ങളുടെ ഒരു അനുഭവം. മാഷിനെ സംബന്ധിച്ചിടത്തോളം മാഷിൻ്റെ ഒരു തട്ടകം എന്ന് പറയുന്നത് പുതുക്കാട് മണ്ഡലമാണ്. പുതുക്കാടിൻ്റെ ഒരു ജനകീയ മുഖം കൂടിയാണ് മാഷ്. നിരവധി തവണ അവിടുന്ന് മത്സരിച്ച് വിജയിച്ചു വന്നു, മന്ത്രിയായി, വിദ്യാഭ്യാസ മന്ത്രിയായി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, അതായത് മണലൂരിൽ എങ്ങനെയാണ്? അവിടെ പുതുക്കാട് കിട്ടിയ ഒരു വലിയ ഭൂരിപക്ഷം തന്നെ ആ മണലൂർ മണ്ഡലത്തിലും പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും പുതുക്കാടിനേക്കാൾ വലിയ മണ്ഡലമാണ് മണലൂർ. പുതുക്കാട് 8 പഞ്ചായത്തിൻ്റെ, ഇവിടെ 10 ആണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഭൂരിപക്ഷം എന്ന രീതിയിൽ വളരെയധികം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് ഓരോ ദിവസം കഴിയും തോറും രാഷ്ട്രീയ പോരാട്ടം ചർച്ച വരുന്നതും അത് കൂടുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് വരിക. കാരണം ആഗോള, ദേശീയ, പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇടതുപക്ഷം തന്നെയാണ് ശരി എന്നൊരു തോന്നലുണ്ടാവും, സർക്കാരിൻ്റെ വികസന പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇപ്പം തന്നെ നല്ല ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചർച്ച, ജനാധിപത്യ ചർച്ച വളർന്ന് വരുന്തോറും തെരഞ്ഞെടുപ്പാവുമ്പോൾ ഇടതുപക്ഷത്തിന് നല്ല ഭൂരിപക്ഷം കിട്ടുന്നൊരവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ഒരു 3ാം തവണയും ഇനി ഒരു ഇടതുപക്ഷ തരംഗം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയല്ലേ? ഒരു സംശയമില്ലല്ലോ. അത് എതിരാളികളായിട്ടുള്ളവർ പോലുമുള്ള അഭിപ്രായമാണ്, എതിരാളികളായിട്ടുള്ളവർ പോലും. കാരണം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്യാൻ ഇന്ന് ലോകത്തൊരു രാജ്യത്തിനും കഴിയുന്നില്ല. വികസിത രാഷ്ട്രങ്ങൾക്ക് പോലും കഴിയാത്തൊരവസ്ഥയിൽ അതിദാരിദ്ര്യം ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് ഇന്ന് കേരള മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എതിരാളികൾക്ക് പോലും, വലതുപക്ഷ ചിന്തകർക്ക് പോലും നൽകുന്ന ഒരു 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 ഉറപ്പ് ഇടതുപക്ഷം തുടരും എന്നുള്ളത് തന്നെയാണ്. മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലത്തിൽ മികവുറ്റ ഒരു വിജയം ഉറപ്പ് തന്നെയാണെന്നാണ് മാഷ് പറയുന്നത്. എന്തായാലും മാഷിനും ഇപ്പോൾ കൂടെയുള്ള എല്ലാ പ്രവർത്തകർക്കും ഒരു വലിയ വിജയാശംസകൾ നേരുകയാണ് മാഷെ.